പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ ജയിലിൽ കഴിയുന്ന വിക്രം പുറത്ത് തോരാതെ പെയ്യുന്ന മഴയും നോക്കി വേദയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സങ്കടത്തോടെ നിറഞ്ഞു വന്ന കണ്ണു തുടയ്ക്കുമ്പോഴാണ് അത് കണ്ട് ആ സെല്ലിൽ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനും എഴുന്നേറ്റ് വന്ന് കുറച്ചു കാലം ജയിലിൽ കിടന്ന ആ ജീവിതവുമായിട്ട് ഒട്ടുമിക്ക ആളുകളും സിങ്കാവും. സങ്കടങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഒഴുക്കിനൊപ്പം നീന്താൻ തുടങ്ങും. നീ മാത്രം എന്താ ഇങ്ങനെയെന്ന് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. വിക്രമം പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല രാഘവേട്ട ജയിലിൽ കിടക്കുന്നത്. പക്ഷേ അന്നും ഇന്നും ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അന്ന് ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോവരുതെന്നായിരുന്നു, പുറം ലോകമൊന്നും കാണരുതെന്നായിരുന്നു. ഇന്നത് അങ്ങനെയല്ല. എല്ലാവരുടെയും കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവളുമായി പുതിയൊരു ജീവിതം നയിക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. അപ്പോഴാ ഇങ്ങനൊരവസ്ഥ വന്നത് എന്നവൻ പറയെ രാഘവേട്ടനും പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെ ജീവിതം ചക്കിൽ കെട്ടിയ പശുവിനെ പോലെ കൃത്യമായി കറങ്ങിയെത്തുമെന്നാണോ നീ വിചാരിച്ചത്? ചിലപ്പോ പശു എന്നിട്ടും ഒരടി അനങ്ങിയില്ലെന്ന് വരും. അനങ്ങാൻ അതിനെ തല്ലണ്ടി വരും. ഒന്ന് അഴിച്ചുകെട്ടി ഇത്തിരി പുല്ലൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് വീണ്ടും കെട്ടാമെന്ന് കരുതുമ്പോഴായിരിക്കും അത് കയറും പൊട്ടിച്ച് പായുക. കുറെ പിന്നാലെ ഓടിയാ ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടിയില്ലെന്നും വരും. എന്ന് വെച്ച് എന്നും ചക്ക് വെറുതെ ഇടാൻ പറ്റുമോ? അത് കറക്കിയല്ലേ പറ്റൂ. അതിനുള്ള വഴി കണ്ടെത്തണം. നിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ആ ചക്കിനെ പോലെയാണ് ജീവിതമെന്ന് കരുതിയാ മതി. കുറച്ചു കാലത്തേക്ക് അതൊന്നും ചെയ്യാതെ അങ്ങ് നിന്നു പോയെന്ന് വിചാരിക്കേ എന്ന് രാഘവേട്ടൻ പറയുന്നുണ്ട്. വിക്രമവും പറയുകയാ, ഒരു തരത്തിൽ ഞാൻ തന്നെയാ ഇതിനെല്ലാം കാരണം. ചിലപ്പോ എന്റെ എടുത്തുചാട്ടം കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ വേണ്ടത് വേണ്ട സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട്. ശ്രീകാന്തിന് ഒരു സ്ത്രീയുമായുള്ള ബന്ധം കണ്ടെത്തിയപ്പോഴെങ്കിലും ഞാനത് വർഷയെടുത്തിയെയോ മറ്റുള്ളവരെയോ അറിയിക്കേണ്ടതായിരുന്നു എന്നവൻ പറയെ രാഘവേട്ടനും പറയുന്നുണ്ട്. കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇനി എന്തു വേണമെന്ന് ആലോചിക്ക്. കേസ് മുന്നോട്ട് നടക്കുകയല്ലേ. അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് വിചാരിക്ക്. ജീവിതത്തെ ശപിച്ചും പഴിച്ചും നഷ്ടപ്പെട്ടതിനെ ഓർത്തോ വിഷമിച്ചിരിക്കാനാണെങ്കിലേ ഇവിടെയുള്ള എല്ലാവർക്കും അതിനെ നേരം കാണും. ഏറ്റവും ക്രിമിനലായ ആളുകൾ പോലും ഇതിനകത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ചെയ്തത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പൊ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയണോ? എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഒരു ദിവസം നമ്മുടെ നമ്പരും വിളിക്കപ്പെടുമെന്ന് കരുതി കാത്തിരിക്കാൻ നമുക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി വിക്രം വീണ്ടും പറയുന്നുണ്ട്. പണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ജീവിതമേ മതിയാക്കാമെന്ന തോന്നലായിരുന്നു എനിക്ക്. മടുപ്പോടെ അത് അവസാനിപ്പിക്കാൻ പോലും പുറപ്പെട്ട എന്നെ ശ്രീനി സാറ അതിന് സമ്മതിക്കാതെ കൂടെ നിർത്തിയത്. അപ്പോഴും അതിന്റെ ഒഴുക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നല്ലാതെ ജീവിതത്തോടൊരു മമതയോ ഇഷ്ടമോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത്. എന്റെ എല്ലാ അഹങ്കാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അവളോട് ചെയ്ത തെറ്റിന് വീണ്ടും ജയിലിലേക്ക് പോവാൻ നിന്ന എന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് പിന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ ശിക്ഷിച്ചുകൊണ്ട് ജയിലിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവളൊരു കാവൽ മാലാഖയെ പോലെ നിന്നു. ജീവിതം രസമുള്ള ഒന്നാണെന്നും ജീവിക്കുക എന്നത് കൊതിപ്പിക്കുന്ന ഒരു അനുഭവമാണെന്നും എന്നെ ബോധ്യപ്പെടുത്തിയത് അവളായിരുന്നു. അവളാണ് എനിക്കെല്ലാം തിരിച്ചു തന്നത്, എന്റെ അച്ഛനെ, എന്റെ കുടുംബത്തെ, എല്ലാം. എന്നിട്ടും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവൾ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ ഒറ്റയ്ക്കിപ്പോൾ എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ കരയുകയാ. രാഘവേട്ടനും അവനെ ആശ്വസിപ്പിച്ച്, വിക്രം, ഓർമ്മകളെ ഒഴിവാക്കാനല്ല രാഘവേട്ടൻ പറഞ്ഞത്. ഓർക്ക്, കഴിഞ്ഞ ഓരോ നല്ല സന്ദർഭവും ഓർക്ക്, ചീത്ത സന്ദർഭവും വീണ്ടും വീണ്ടും ഓർക്ക്. അതിൽ നല്ല സംഭവങ്ങൾ മാത്രം ഓർത്തു വയ്ക്കുന്ന ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് പ്രത്യാശിക്ക്. നമ്മളെ തടവുമുറിയിലുള്ളൂ, നമ്മുടെ മനസ്സ് തടവുമുറിയിലല്ല എന്ന് പറഞ്ഞവനെ ആശ്വസിപ്പിച്ച് ഒരു ചിരിയോടെ അവിടുന്ന് നടന്നു നീങ്ങുകയാ രാഘവേട്ടൻ. അവിടെ വേദ കിടക്കുന്ന ആ ട്വിൻ റൂമിലേക്ക് തരുണിന്റെ അമ്മ സങ്കടത്തോടെ കയറി വന്ന് രാധികയുടെ ബെഡിനരികിലുള്ള ചെയറിലിരുന്ന് സങ്കടത്തോടെ കരയുമ്പോഴാണ് ശബ്ദം കേട്ട് വേദ ശ്രദ്ധിക്കുന്നത്. അവളെ കാണുന്നവരും കണ്ണു തുടച്ച് അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. നയ അഡ്മിഷൻ ഹേക്യാ എന്നവർ ഹിന്ദിയിൽ ചോദിക്കെ മലയാളിയാണെന്ന് വേദ പറയുന്നുണ്ട്. ആണോ, ഇന്നാണോ അഡ്മിറ്റായേ എന്നവർ ചോദിക്കുകയാണ്. അതെ എന്ന് വേദ പറയെ. നാട്ടിലെവിടെയാ എന്നവർ ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരം എന്നവൾ പറയെ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാ. കൂടെ ആരുമില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് വേദയും. അതല്ല, ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ. ഹസ്ബൻഡ് പുറത്തായിരിക്കും അല്ലേ എന്നവർ ചോദിക്കെ. അതെ, ഇങ്ങോട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെയർ ചൂണ്ടി കാണിക്കുന്നുണ്ട് വേദ. അവർ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, അപ്പുറത്ത് കിടക്കുന്ന പേഷ്യന്റ് എന്റെ മരുമോളാ രാധിക. ഇത്തിരി കോംപ്ലിക്കേറ്റഡാ. ഒരു വിധത്തിൽ ബ്ലീഡിംഗ് ഒക്കെ ഇപ്പോൾ കൺട്രോൾ ആയിട്ടുണ്ട്. 8ാം മാസമായി. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ എടുക്കേണ്ടി വരുമെന്നൊക്കെയാ ഡോക്ടർമാർ പറയുന്നത്. എന്തൊക്കെയോ കുഴപ്പമുണ്ട് പോലും. അതൊക്കെ കേട്ട് നമ്മൾ ടെൻഷൻ ഇരിക്കാന്നല്ലാണ്ട് രാധികമ്മളുടെ മുന്നിൽ കുറെ ധൈര്യമൊക്കെ കാണിച്ച് ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ പെട്ടെന്ന് മുറിയിലോട്ട് വന്നപ്പോ എനിക്കങ്ങ് ഒറ്റയ്ക്കാവുമ്പോഴാണല്ലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവുന്നത്. കഴിഞ്ഞ മാസം ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു.
പുറത്തൊരു ലാബിലാ ചെയ്തത്. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അതെടുക്കാൻ വന്നതാ. ഞാനെന്നാ പോയി ആ റിസൾട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവിടെ ശ്രീകാന്ത് തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുക. ഡൽഹി നഗരത്തിൽ എവിടെയോ അവളുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവളെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. അവിടെ നിങ്ങളെ സഹായിക്കാനായി എന്റെ ആളുകളുണ്ടാവും. ഈ ഒരവസ്ഥയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ അവൾ പോവാതിരിക്കില്ല. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഇങ്ങനൊരു സ്ത്രീ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണം. ചിലപ്പോൾ അവളുടെ സ്വന്തം പേരിൽ പോലും ആയിരിക്കില്ല അവൾ അവിടെ അറിയപ്പെടുക. അതുകൊണ്ട് ആളെ നേരിട്ട് കണ്ടു ഉറപ്പിക്കണം. പിന്നെ എല്ലാം അപ്പപ്പോ എന്നെ അറിയിക്കണം. കുറച്ചുപേരെ അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ തന്നെ കൊടുക്കണം. എല്ലാം പറഞ്ഞതുപോലെ കേട്ടോ എന്ന് ശ്രീകാന്ത് പറയേ അവർ ഓക്കെ പറഞ്ഞു പോവുകയും. അങ്ങനെ ശ്രീകാന്തിന്റെ ആളുകൾ വേദയെ അന്വേഷിച്ച് അവൾ കിടക്കുന്ന ഹോസ്പിറ്റലിലും എത്തുന്നുണ്ട്. തരുണിന്റെ അമ്മ റിസൾട്ടും എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് കയറി വരുന്നത്. ഡോക്ടർ എന്ന് വിളിച്ച് അവരത് കാണിക്കാൻ തുടങ്ങുന്നേരം ഡോക്ടർ സുധാംശു ഐസിയുലുണ്ട്. ഈ റിസൾട്ട് അദ്ദേഹത്തെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഡോക്ടർ പറയേ ശരിയെന്ന് പറഞ്ഞ് തരുണിന്റെ അമ്മ അവിടുന്ന് പോവുകയാണ്. ഡോക്ടർ വേദയുടെ അരികിലേക്ക് വന്ന് ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കേ അതെ എന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് വേദ പറയുന്നു. അവളെ ഒന്ന് പരിശോധിച്ച് ഡോക്ടർ മരുന്നിന് എഴുതുകയാ. പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഞാനൊരു ടോണിക്കിന് എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചോ? എന്താ വേറെ ആരുമില്ലേ കൂട്ടായിട്ട് എന്നവർ ചോദിക്കുന്നു. ഇല്ല, ഫ്രണ്ടിന് ജോലി ഉണ്ടെന്ന് വേദയും. ഇവിടെ ചെക്കപ്പിന് വന്നിരുന്ന പല സമയത്തും ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ ഒഴിവാക്കി. പക്ഷെ ഡെലിവറി സമയത്തും ആള് സ്ഥലത്തില്ലെന്ന് പറഞ്ഞാ ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവിന്റെ കാര്യമാണെന്ന് ഡോക്ടർ പറയുന്നു. അത് ഹസ്ബൻഡ് സ്ഥലത്തില്ല എന്ന് വേദ പറയെ വിദേശത്താ എന്ന് നഴ്സും ചോദിക്കുക. അതെ, എനിക്ക് ജോലി ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്രണ്ടിനോടൊപ്പം എന്നവൾ പറയെ വീട്ടുകാര് എന്ന് ഡോക്ടറും ചോദിക്കുക. വേദ മറുപടി ഒന്നും പറയാതെ ഇരിക്കണ കണ്ട് നഴ്സും പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഡോക്ടറെ, പ്രേമിച്ച് ഒളിച്ചോടി പോന്നതാ. ഡൽഹിയിലെത്തിയപ്പോ ഭർത്താവിന് വിദേശത്ത് ജോലി കിട്ടി അങ്ങ് പോയി. പിന്നെ ഈ കുട്ടിക്ക് ഇവിടെ ജോലിയുള്ളത് കൊണ്ട് ഇവിടെ അങ്ങ് തങ്ങി. ഡെലിവറി അടുക്കാറായപ്പോ ഹസ്ബൻഡിന് ലീവും കിട്ടിയില്ല. പിന്നെ ഉടക്കി നിൽക്കണ വീട്ടുകാരെ വിളിക്കാനേ ഇവരുടെ അഭിമാനമൊട്ട് സമ്മതിക്കുന്നുമില്ല. എന്നാ പിന്നെ പ്രസവം അങ്ങ് ഒറ്റയ്ക്ക് നടത്താമെന്ന് വിചാരിച്ചു. അല്ലേ വേദയെന്ന് അരുണ ചോദിക്കുന്നുണ്ട് എന്ന് വേദയും പുഞ്ചിരിയോടെ സമ്മതിക്കുക. അതാണ് ഹസ്ബൻഡ് ഇപ്പോൾ വിദേശത്തിരുന്ന് ഞെരിവിരി കൊള്ളുന്നുണ്ടായിരിക്കും. നമ്മുടെ DCP ഐസുവിന്റെ വെളിയിലിരുന്ന് ഞെരിവിരി കൊള്ളുന്നത് പോലെ എന്നവൾ പറയുന്നതുകൾക്ക് ചട്ടർപട്ടർ ആള് കൊള്ളാലോ. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി വെച്ചേക്കുവല്ലേ എന്ന് ഡോക്ടർ ചോദിക്കേ താങ്ക് യു എന്ന് പുഞ്ചിരിയോടെ പറയുകയാ അവളും. ഡോക്ടർ വീണ്ടും വേദയോടായി കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴെങ്കിലും വീട്ടിലൊന്നും അറിയിക്കാമായിരുന്നില്ല എന്ന് ചോദിക്കേ അത് ഡോക്ടർ എന്ന് പറഞ്ഞ് പരുങ്ങളോടെ ഇരിപ്പ വേദ. ചട്ടർപട്ടറും പറയുന്നുണ്ട് എന്റെ ഡോക്ടറെ വീട്ടുകാരെന്ന് പറയുന്ന വിവരദോഷികളുണ്ടല്ലോ, തള്ളയും കുഞ്ഞും രണ്ടാകുന്നത് വരെ വൈരാഗ്യം വെച്ചങ്ങ് കാത്തിരിക്കും. എന്നാ രണ്ടായി എന്നറിഞ്ഞ എന്റെ മോന്റെ കുഞ്ഞല്ലേ എന്റെ മോളുടെ കുഞ്ഞല്ലേ എന്നിങ്ങനെ അപ്പൂപ്പയും അമ്മൂമ്മയും സ്നേഹം വാരി കോരിയൊഴുക്കി ഒരു വരവിങ്ങു വരും. പിന്നെ അവരുടെ ഒരു അധികാരം കാണിക്കില്ലേ. പിന്നെ അത്രയും കാലം പടിക്ക് പുറത്തെന്ന് പറഞ്ഞ് പിണ്ടം വെച്ച് പറഞ്ഞയച്ച മകനായാലും മകളായാലും അവർക്ക് വേണ്ടപ്പെട്ടവരാ എന്നരുണ പറയുന്നത് കേൾക്കെ അതല്ലെങ്കിലും അങ്ങനെ അരുണെ വേദ നോക്കിക്കോളൂ. വേദയ്ക്കൊരു കുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞ ഇപ്പോഴുള്ള വൈരാഗ്യം മുഴുവൻ ആദ്യം ഒലിച്ചു പോകുന്നത് ആരുടെ മനസ്സിൽ നിന്നാണെന്നറിയാമോ എന്ന് ചോദിക്കേ വേദയുടെ അമ്മയുടെ മനസ്സിൽ നിന്നായിരിക്കും അല്ലേ ഡോക്ടറെ എന്നരുണ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അച്ഛന്റെ മനസ്സിൽ നിന്നായിരിക്കുമെന്നാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ 10 മാസം ചുമക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളെക്കാൾ ഇഷ്ടത്തോടെയും കൊതിയോടെയും അവരെ കാത്തിരിക്കുന്നത് അച്ഛന്മാരും അപ്പൂപ്പന്മാരുമാണ്. കാരണം എന്താണെന്നറിയോ, പെണ്ണുങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിയിൽ ആണുങ്ങൾക്ക് എന്നും ഒരു അത്ഭുതമാണ്. ജീവനുള്ള ഒരാൾ മറ്റൊരു ജീവനെ ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്നു, പ്രസവിക്കുന്നു, മുലയൂട്ടി വളർത്തുന്നു എന്നതൊന്നും ഒരാണിനും മനസ്സിലാക്കാൻ കഴിയില്ല. പെണ്ണിന്റെ മുന്നിൽ ആണ് തോൽക്കുന്നത് നമുക്ക് ദൈവം തന്ന ഈ ശക്തിയില്ല. അതുകൊണ്ട് ധൈര്യമായിരുന്നോളൂ. ഈ പ്രസവം കഴിയുന്നതോടെ വേദയുടെ കുഞ്ഞിന് എല്ലാവരും ഉണ്ടാവും, ഉറപ്പ് എന്നവളെ ആശ്വസിപ്പിച്ച് ഡോക്ടർ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും വേദയും തന്റെ വയറു തടവിക്കൊണ്ട് കുഞ്ഞിനോടായി പറയുന്നുണ്ട് കേട്ടില്ലേ, പക്ഷേ നീ ഇപ്പൊ കേട്ടതൊന്നുമല്ല ശരി. നിനക്കിപ്പോഴേ എല്ലാവരുമുണ്ട്. മുത്തശ്ശനും അച്ഛനും അച്ഛമ്മയും അമ്മൂമ്മയും എല്ലാവരും. നിന്നെ അവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയത് ഞാനാണ്. ആരുടെ മുന്നിലും പൊരുതി നിന്നിട്ടുള്ള ഏത് പ്രതിസന്ധിയിലും പതറാതെ നിന്നിട്ടുള്ള നിന്റെ അമ്മ. പക്ഷേ നിന്റെ ജീവന്റെ കാര്യം വന്നപ്പോൾ തോറ്റുപോയി. ഭയം അമ്മയെ തോൽപ്പിച്ചു. പക്ഷേ നിന്റെ സുരക്ഷ അത് ഉറപ്പാക്കിയാൽ അമ്മ തന്നെ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടിത്തരും, ഉറപ്പ് എന്നവൾ കുഞ്ഞിനോടായി പറയുന്നുണ്ട്. കാറിൽ യാത്രയിലായിരുന്ന വേദയുടെ അച്ഛനും സങ്കടത്തോടെ വേദയെക്കുറിച്ച് ഓർക്കുകയാണ്. അന്നവൾ വിക്രത്തെയും കൂട്ടി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോർക്കെ നിറഞ്ഞു വന്ന കണ്ണുകൾ അയാൾ തുടയ്ക്കുകയാണ്. അവിടെ കോടതി വളപ്പിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക ദർശനും ശ്രീകാന്തും. ശ്രീകാന്ത് ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചോ എന്ന് ദർശൻ ചോദിക്കെ പോണെങ്കിൽ പോയല്ലേ പറ്റൂ എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. വീഡിയോയിൽ നിന്ന് അവൾ പ്രഗ്നന്റ് ആണെന്ന് വ്യക്തമാണ് എന്ന് ദർശൻ പറയേ ആണ്, പക്ഷേ അതിപ്പോ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. ദർശന്റെ വായിൽ നിന്നും ഇനി ഇതാരും അറിയാൻ പാടില്ല. നമ്മളിൽ നിന്നെല്ലാം മറഞ്ഞു നിൽക്കാനാ അവളുടെ പരിപാടി. വിക്രമിന്റെ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തി അവസാനം കമ്പനിയിൽ നിന്ന് ക്ലെയിം ഉന്നയിക്കാനുള്ള സമയമാ അവൾ പ്രതീക്ഷിക്കുന്നു.
എന്ന് ശ്രീകാന്ത് പറയെ അപ്പോഴേക്കും അവളുടെ ഭർത്താവും ഇറങ്ങുമെന്നാവും അവൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ദർശനം പറയുന്നുണ്ട്. അങ്ങനെ അവനും കൂടി അനുഭവിക്കാനുള്ളതല്ല ദർശനം. ഞാനും അങ്കിളും കൂടി ഇത്രയും നാളും ഇതിൽ കിടന്ന് കഷ്ടപ്പെട്ടത്. അവളെ കൊണ്ടത് എഴുതി വാങ്ങിച്ചേ പറ്റൂ എന്ന് ശ്രീകാന്തും പറയുക. ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ സ്വത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. ശ്രീകാന്തിനത് അറിയാലോ. അവൾ എന്നെ എല്ലാ കാലത്തും അവഗണിക്കുകയും ഒഴിവാക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്ത് എന്ന മട്ടിൽ കൂടെ നിന്നവനാ ഞാൻ. എന്നിട്ടും എന്റെ അച്ഛനെ കൊല്ലാൻ അവൾ ആ വിക്രത്തോടൊപ്പം നിന്നു. അത് സഹിക്കാൻ എനിക്കാവില്ല. അതാണ് ആ വീഡിയോ ഞാൻ അയച്ചു തന്നത് എന്ന് ദർശനം പറയുന്നുണ്ട്. ദർശന്റെ അച്ഛൻ അവളുടെ അങ്കിള് കൂടിയായിരുന്നില്ലേ? ആ സ്നേഹം വേണ്ട, ഒരു ബന്ധുവാണെന്ന കൺസിഡറേഷൻ പോലും അവൾ നൽകിയില്ലല്ലോ. അവളെ കണ്ടെത്തി ഞാൻ കൂട്ടിക്കൊണ്ടുവരും, അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും. ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം. ഒരു കാരണവശാലും ആ കുഞ്ഞു പിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദർശൻ കംസന്റെ കഥ കേട്ടിട്ടില്ലേ? സഹോദരിയുടെ 8ാമത്തെ പുത്രനാണ് കംസന്റെ ശത്രുവെങ്കിൽ കടിഞ്ഞൂൽ പിറപ്പ് തന്നെയാ എന്റെ ശത്രു. അതിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഞാൻ വിക്രമിന് കൊടുക്കുന്ന ഔദാര്യമായിരിക്കും. ആ ഔദാര്യം അവൻ അർഹിക്കുന്നില്ല എന്ന് ശ്രീകാന്ത് ഉറപ്പിച്ച് പറയേ. ശരി, ഞാൻ എന്തിനും കൂടെയുണ്ട്, വിളിച്ചാൽ മതിയെന്ന് ദർശനം. വരട്ടെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോവാൻ തുടങ്ങുമ്പോഴാണ് ശ്രീകാന്തേ എന്ന് വിളിച്ച് അങ്ങോട്ടെത്തിയ വേദയുടെ അച്ഛന്റെ കാർ ദർശൻ കാണിച്ചു കൊടുക്കുന്നത്. ദാ വരുന്നു മരുമകനെ ജയിലിൽ നിറക്കാൻ ജഡ്ജിയുടെ പദവി ഉപേക്ഷിച്ച് വക്കീൽ കോട്ടണിഞ്ഞ നിന്റെ അച്ഛൻ. ഞാൻ അങ്ങ് പോവാ, വെറുതെ സംസാരിച്ച് വഷളാവാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ദർശൻ പോവാൻ തുടങ്ങുന്നേരം നിക്കടോ, ഒന്ന് കണ്ടിട്ട് പോവാം. വീട്ടിൽ പോവാത്തതിനാൽ വല്ലപ്പോഴുമല്ലേ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റൂ, വാ എന്ന് വിളിച്ച് അവനെയും കൂട്ടി കാറിൽ നിറങ്ങിയ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാ ശ്രീകാന്ത്. വേദ മാത്രമല്ല, ഞാനും നിങ്ങളുടെ രക്തം തന്നെയാണ് കേട്ടോ എന്നവൻ പറയെ. ആ ശുദ്ധി പക്ഷേ നിന്റെ സ്വഭാവത്തിൽ ഇല്ലാതെ പോയെന്ന് അച്ഛൻ. ശുദ്ധി കൂടുതലുള്ളത് കൊണ്ടാവും അളിയനെ കൊന്ന മരുമകനെ രക്ഷിക്കാൻ ഇങ്ങനെ പരക്കം പായുന്നത് അല്ലേ എന്ന് ശ്രീകാന്തും ചോദിക്കും. വിക്രം അത് ചെയ്തുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതറിയാതെ സംഭവിച്ചതായിരിക്കും. അത് ഞാൻ കോടതിയിൽ തെളിയിച്ചോളാമെന്ന് അച്ഛനും പറയുന്നുണ്ട്. ദർശനം പറയുക, ഇല്ല അങ്കിളെ, അവന്റെ ഹർജി കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂഷനൊപ്പം ഞാനും കൂടെ ഉണ്ടാവും. അവനെ എവിടെന്ന് ഉടനെ പുറത്തിറക്കാമെന്ന് അങ്കിളും വിചാരിക്കേണ്ട. അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ട് ഓടി വന്ന് ദർശൻ വക്കീലെ നമ്മുടെ കേസ് വിളിക്കണമെന്ന് പറയുന്നുണ്ട്, ഞാൻ വരാമെന്ന് ദർശൻ. അപ്പോൾ കാണാം അങ്കിളെന്ന് പറഞ്ഞ് ദർശൻ അവിടുന്ന് പോവുകയാണ്. വേദയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്, എന്തൊരു നല്ല സ്വഭാവമായിരുന്നു അവന്, അവനെയും നീ നശിപ്പിച്ചല്ലേ എന്ന്. അവൻ സ്വയം തിരുത്തി എന്റെ കൂടെ ചേർന്നതാ, ഞാൻ ചേർത്തതല്ല. അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മരുമോനെ പുറത്തിറക്കാതിരിക്കാൻ ദർശൻ നോക്കിക്കോളും. ആ സമയത്ത് എനിക്കൊരു പണിയുണ്ട്, പുറത്ത് എന്നെ പറ്റി ചൊളിച്ച് ജീവിക്കുന്ന അവളെ കണ്ടെത്തുക എന്ന് ശ്രീകാന്ത് ചിരിയോടെ പറയേ. നിന്റെ മുന്നിൽ അവൾ ഒരിക്കലും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. അവൾ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൾ എന്തൊക്കെയോ കരുതി വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം എന്ന് അച്ഛനും പറയുക. അറിയാം, ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് അവൾ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതെന്നറിയാം. അതിനു മുമ്പ് ഞാൻ അവളെ കണ്ടെത്തിയ പോരെ, വരുന്നുണ്ട് ഞാൻ പണിക്കത്തെ വീട്ടിലേക്ക്. അന്ന് നിങ്ങളുടെ മകളും എന്റെ കൂടെ ഉണ്ടാവും, ഒന്നുകിൽ ജീവനോടെ, ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് ശ്രീകാന്തും അവിടുന്ന് പോവുകയാണ്. ശ്രീകാന്ത് പറഞ്ഞയച്ച ആളുകൾ അപ്പോഴേക്കും വേദ കിടക്കുന്ന ഹോസ്പിറ്റലിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അവരങ്ങനെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ രാധികയെയും സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ടുവരുന്ന DCPയെ കണ്ട് അവർ ഓടി ഒളിക്കുകയാണ്. രാധികയെ അവർ വേദ കിടക്കുന്ന അതേ റൂമിലേക്ക് കൊണ്ടുചെന്ന് കിടത്തുകയാണ്. വേദ കർട്ടനിടയിലൂടെ അവരെ ശ്രദ്ധിച്ചിരിപ്പ. രാധികയെ ബെഡിൽ കിടത്തിയതിനു ശേഷം ഓക്കെ അല്ലേന്ന് ടെൻഷനോടെ അവളുടെ അരികിലിരുന്ന് തരുൺ ചോദിക്കുന്നുണ്ട്. അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവനത് അറ്റൻഡ് ചെയ്യാതെ രാധികയെ നോക്കിയിരിക്കുമ്പോഴാണ് കർട്ടനിടയിലൂടെ ശ്രദ്ധിക്കുന്ന വേദയെ കാണുന്നത്. വീണ്ടും അവന്റെ മൊബൈൽ റിങ് ചെയ്യുമ്പോൾ ഫോൺ എടുക്ക, ആരായി വിളിക്കുന്നെന്ന് അമ്മ ചോദിക്കുന്നു. ഓഫീസിൽ ചെല്ലാൻ വേണ്ടിയാ എന്നവൻ പറയേ. അതിനെന്താ, നീ പോയിട്ട് വാ, ഞാൻ ഇവിടില്ലേ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് അമ്മ പറയുക. വരട്ടെ, എന്തായാലും ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞ് രാധികയെ ആശ്വസിപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുക തരുൺ. പിന്നീട് ബ്രാൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകാന്തിനൊരു കോൾ വരുന്നു. താൻ എത്തിയോ, ഇങ്ങ് കയറി വാ എന്ന് പറയുമ്പോഴേക്കും ഒരാൾ അങ്ങോട്ട് കയറി വരിക. വാടോ, ഒരെണ്ണം ഒഴിക്കട്ടെ എന്ന് ശ്രീകാന്ത് ചോദിക്കേ. വേണ്ട സാറേ, പ്രിസണിലേക്കാണ് ഞാനിന്ന്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് അയാൾ പറയുന്നു. ഞാൻ പറയുന്നതൊന്നും നടക്കുന്നില്ലല്ലോടോ, അവനെ എവിടെയിട്ട് തീർക്കാൻ പറ്റിയ ആരുമില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കെ. ഒരാൾ നാളെ പരോള് കഴിഞ്ഞ് തിരിച്ചു കയറും സാർ. 2-3 കൊലക്കേസുകളിലെ പ്രതിയാണ് അയാൾ. ആളുടെ പേര് കേട്ടിട്ടുണ്ടാവും, മർമാണി ബൈജു എന്നയാൾ പറയുന്നത് കേൾക്കെ. ഓ, പണ്ട് പാർട്ടിയിലെ വിരുദ്ധനെ തീർത്ത കേസല്ലേ എന്ന് ശ്രീകാന്തും ചോദിക്കുക. അവന് പാർട്ടിയൊന്നുമില്ല സാറേ, കാശ് കിട്ടിയ അവൻ എന്തും ചെയ്യും, സാറിന് വേണമെങ്കിൽ വിളിപ്പിക്കാം, അവൻ പുറത്തുണ്ട് എന്നയാൾ പറയെ. വരാൻ പറയുന്ന ശ്രീകാന്ത്. പിന്നീട് അയാൾ പോയി മർമാണി ബൈജുവിനെ വിളിച്ചോണ്ട് വരികയാ. ശ്രീകാന്ത് ബൈജുവിനോടായി കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ജയിലർ ആൻഡ്രൂസിന് അവനുമായിട്ട് നല്ല അടുപ്പമാ, അതുകൊണ്ട് നോക്കിയും കണ്ടു വേണമൊക്കെ ചെയ്യാം, ഒരുപാട് വൈകരുത്, എന്നാൽ എടുത്തു ചാടി കുളമാക്കുകയും ചെയ്യരുത് എന്ന് ശ്രീകാന്ത് പറയുന്നത് കേൾക്കെ. ആദ്യം നമ്മുടെ ടീംസിനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് കൊടുത്ത് ഒന്ന് പദമാക്കാം,
അവനായിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമയം വരും, അപ്പോൾ തീർക്കാം. അതാ നല്ലതെന്ന് ബൈജുവും പറയുന്നുണ്ട്. ശ്രീകാന്ത് വീണ്ടും പറയുകയാ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനായൊരു പുള്ളിയല്ല അവൻ. കുറെ മുന്തിയവനെ കണ്ടിട്ടുള്ളതല്ലേ സാറേ, നമ്മളത് അങ്ങ് ഏറ്റു. സാറ് പറഞ്ഞ തുക വാർഡൻ സാറിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി എന്നവൻ പറയുന്നത് കേൾക്ക്. എന്ന ചെല്ല് കാണാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അവൻ ശ്രീകാന്തിന്റെ ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് ഒഴിച്ച്, ആണുങ്ങൾ തമ്മിലുള്ള ഏർപ്പാടാവുമ്പോ തുടങ്ങി വെക്കാൻ ഇവൻ നല്ലതാ. ഓക്കെ സാറേ എന്ന് പറഞ്ഞ് ബൈജു യാത്രയാവുക. അവിടെ ഹോസ്പിറ്റലിൽ തരുണിന്റെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന രാധികയെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സുമായി വേദയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. മോളെ ഇത് കഴിക്കെന്ന് പറഞ്ഞ് അവർ ഒരു ചെയറിലേക്ക് ഇരിക്കും. അയ്യോ എനിക്ക് വേണ്ട എന്ന് വേദയും. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല മോളെ, ഈ സമയത്ത് നിറയെ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കുടിക്കേണ്ട സമയമാ. ഇത് മോൾക്ക് വേണ്ടി മുറിച്ചോണ്ട് വന്നതാ, കഴിക്കും മോളെ എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് മുറിച്ച് അവൾക്ക് കൊടുക്കുക. വേദ അത് വാങ്ങി രാധയുടെ കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് ചോദിക്കേ, കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല മോളെ, പക്ഷേ രാധിക മോൾക്ക് ഇങ്ങനെ ഓർമ്മ വന്നും പോയും ഒക്കെ ഇരിക്കുകയാ. ചിലപ്പോൾ പെട്ടെന്ന് എണീറ്റ് അലറി വിളിക്കും, കുറച്ചു കഴിയുമ്പം നോർമലാവും. വേറെ ചില സമയത്ത് കണ്ണടച്ച് കിടന്ന് ഏങ്ങി ഏങ്ങി കരയും. ആ സമയത്ത് നമ്മൾ തട്ടി വിളിച്ചാൽ പോലും ആ കുട്ടി ഉണരില്ല എന്നമ്മ പറഞ്ഞു നിർത്തേ. പേടിച്ചിട്ടാ ഇങ്ങനെ സംഭവിച്ചതെന്ന അരുണ നേഴ്സ് പറഞ്ഞതെന്ന് വേദ പറയുന്നുണ്ട്. അത് കേട്ട് അമ്മയും പറയുക, ഇങ്ങനെ ഒരു പാവം കുഞ്ഞിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചോര കണ്ട അപ്പബോധം കെട്ട് താഴെ വീഴും. രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചേ വീട്ടിൽ വന്ന ദിവസം ഒരു പല്ലി അതിന്റെ വാല് മുറിച്ചിട്ട് ആ വാല് കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് അലറി വിളിച്ച് കരഞ്ഞോളാം. പക്ഷേ തരുൺ അങ്ങനെയല്ല. അവൻ അവന്റെ അച്ഛന്റെ സ്വഭാവമാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കത്തില്ല. പക്ഷേ പോലീസ് വേഷമൊക്കെ ഇട്ടോണ്ട് വെളിയിലോട്ട് ഇറങ്ങിയ കള്ളന്മാരെയും കുറ്റവാളികളെയും ഒക്കെ വിറപ്പിക്കുന്ന ഒരു രാക്ഷസനായിട്ട് മാറും. ഞാൻ പിന്നെ അവന്റെ ഈ സ്വഭാവങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടതാ. പക്ഷെ രാധികയ്ക്ക് അതിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അവരെപ്പോ ഒരുമിച്ച് കൂടെ പോയാലും പോലീസും സെക്യൂരിറ്റിയും ഒക്കെ കാണും. അന്ന് മാളിൽ അവര് പോയപ്പോ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അവള് നിർബന്ധിച്ചത് കൊണ്ടുമാ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ പോയത്. അന്നല്ലേ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായത്. മോളിന്നിവിടെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുന്നത് പോലെ. തരുൺ ജനിക്കുമ്പോഴേ ഞങ്ങൾ ആസാമില്ല. ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും തരുണിന്റെ അച്ഛനും പോലീസിലായിരുന്നു. DYSP. മാവോയിസ്റ്റ് വേട്ടയിലും എൻകൗണ്ടറിലുമൊക്കെ സ്ഥിരം പങ്കാളിയായിരുന്നു. ഒരു ധൈര്യശാലിയായ പോലീസ് ഓഫീസറായിരുന്നു. ഞങ്ങളുടേത് മാത്രമായിരുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിരുന്ന കഥകൾക്കൊക്കെ ഒരു ചോരയുടെ മണമായിരുന്നു. തരുൺ അക്കാര്യത്തിലൊക്കെ ഏറെ വ്യത്യസ്തനാ. ജോലിയുടെ ഭാരമൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരാറില്ല. വീട്ടിൽ വരുമ്പോ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറുമില്ല. രാധിക എന്ന് വെച്ചാൽ അവന് ജീവനാ. പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ സമയം തൊട്ട് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പറ്റിയായിരുന്നു സംസാരം. ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കും അങ്ങനൊക്കെ എന്നവർ പറയേ. തരുണിന്റെ അച്ഛൻ എന്ന് വേദയും ചോദിക്കുന്നുണ്ട്. അതാ പറഞ്ഞു വരുന്നത്, എന്റെ പ്രസവത്തിന് ഒരാഴ്ച മുന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. തരുണിന്റെ അച്ഛൻ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനുമായിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നും പറഞ്ഞു പോയ ആളാ. എനിക്ക് ലേബർ പെയിൻ തുടങ്ങി. ലേബർ റൂമിലായിട്ടും വന്നില്ല. വരാതെയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രസവവേദന എടുത്ത് ലേബർ റൂമിൽ തരുണിനെ പ്രസവിക്കുന്ന സമയത്ത് അതേ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ തണുത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ടായിരുന്നു തരുണിന്റെ അച്ഛൻ. മരിക്കുന്നതിന് മുമ്പ് എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നത്രേ. എന്റെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേ പറയാവുള്ളെന്നും അതുവരെ അദ്ദേഹത്തെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. സാധാരണ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ചിത കൊളുത്താറില്ല. പക്ഷേ ആ കുഞ്ഞിനെ കയ്യിൽ വെച്ച് അവനാണ് ചെയ്യുന്നതെന്ന് സങ്കല്പിച്ച് ഞാനത് ചെയ്യണമെന്നും കൂടി പറഞ്ഞു കൊടുത്തിട്ടാ അവന്റെ അച്ഛൻ പോയത്. ആ കുഞ്ഞു കയ്യിൽ കൊള്ളി വെച്ചു കൊടുത്തിട്ടാ ഞാൻ അത് ചെയ്തത്. ഓർമ്മ വെക്കുന്നതിന് മുൻപേ സ്വന്തം അച്ഛന്റെ ചിത കൊളുത്തിയവനെന്ന പേരുമായിട്ടാണ് എന്റെ തരുൺ മോൻ അവന്റെ ജീവിതം തന്നെ തുടങ്ങുന്നത്. എന്തോ മോളെ കണ്ടപ്പോ എന്തുകൊണ്ടോ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എന്നെ പോലെ തനിച്ചായിപ്പോയൊരു പെണ്ണാണല്ലോ നീയും. ഇനി അങ്ങോട്ടും മോൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ തളരരുത് എന്നവർ പറയുമ്പോഴേക്കും അമ്മ എന്ന് നിലവിളിച്ച് രാധിക കരയുകയാണ്. അവരങ്ങോട്ട് ഓടിച്ചെന്ന് അവളെ ആശ്വസിപ്പിക്കുകയാ. രാധികയ്ക്ക് അപ്പോഴേക്കും കമലാമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുകയാ. കമലമ്മ പറയുന്നുണ്ട്, ആ അമ്മ പറഞ്ഞത് ശരിയാണ്. ജീവിതത്തിൽ ഇനിയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാൻ പോകുന്നത്. മോള് തളരരുത് എന്നവർ പറയുന്നത് പോലെ വേദയ്ക്ക് തോന്നുകയാ. അവിടെ ഹോസ്പിറ്റൽ ബെഡിലാണ് കമലമ്മ. ഒരു നഴ്സ് അവരുടെ അരിയിലേക്ക് വന്ന്, എന്താ അമ്മ ഒന്നും കഴിക്കുന്നില്ലേ? കഴിഞ്ഞ തവണ കണ്ടതിലും ക്ഷീണിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് മാഷും, കേട്ടില്ലേ, കാണുന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി തുടങ്ങി എന്ന് പറയേ. ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തിരുന്നോ എന്ന് നഴ്സ് ചോദിക്കുന്നുണ്ട്. എന്ന് മാഷ് പറയേ, 2 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടും. അത് വാങ്ങി ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി പോവുക. കമലമ്മയും മാഷിനോടായി പറയുന്നുണ്ട്, മാഷേ ഇങ്ങനെ എല്ലാ മാസവും വന്ന് ചെക്കപ്പ് നടത്തി പോവാൻ മാത്രം എനിക്കൊന്നുമില്ല മാഷേ. അത് ഡോക്ടറല്ലേ പറയേണ്ടതെന്ന് മാഷ്. അവരെന്ത് പറയാനാ, ശരീരത്തിലെ കുറവുകളും ദോഷങ്ങളുമല്ലേ അവർക്കറിയും. ശരിക്കും അത് ഉണ്ടാക്കുന്നത് മനസ്സാണെന്ന്
അവർക്കറിയോ? ഇല്ലല്ലോ എന്ന് കമലമ്മ ചോദിക്കേ. എന്നാ പിന്നെ അതിനുള്ള ഡോക്ടറെയും കാണാം എന്ന് പറയുന്നത് കേൾക്കെ കമലമ്മയും ചിരിക്കുകയാ. ഞാൻ തമാശ പറഞ്ഞതല്ല. ചില സങ്കടങ്ങൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും സ്വന്തക്കാരോടോ കുടുംബക്കാരോടോ പറഞ്ഞാൽ തീരില്ല. അതിന് അത്തരം കാര്യങ്ങൾ കേട്ടു ശീലിച്ച ഡോക്ടർമാർ തന്നെ വേണം. നിനക്കൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ നമുക്കതങ്ങ് ഏർപ്പാടാക്കാം എന്ന് മാഷി പറയേ. അതെനിക്ക് വേണം മാഷി. ഇപ്പോഴത്തെ സങ്കടം അവസാനിക്കാൻ മനസ്സിലൊരു കൗൺസിലിംഗ് വേണം. അതിന് പക്ഷേ ഡോക്ടർ വേണ്ട. മാസത്തിൽ 1-2 തവണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് പോലെ എന്നെ അവന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകും മാഷേ. എനിക്ക് വേണ്ട ശരിയായ ചികിത്സ അതാണ് എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കമലമ്മ പറയുന്നു. എന്നോടിപ്പോ നീ ഇങ്ങനെ പറയും. അവിടെ എത്തി അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ആ സങ്കടവും പറഞ്ഞു കിടക്കും എന്ന് മാഷും പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കരയുന്നതൊരു ചികിത്സയാണ് മാഷെ. മാഷ് ശങ്കരനാരായണൻ സാറിനെ ഒന്ന് വിളിക്കും. നമുക്ക് തിരിച്ചു പോകുന്ന വഴി വിക്രമിനെ ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് പറ എന്ന് കമലമ്മ പറയുന്നത് കേൾക്കെ 2 ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടതല്ലേ ഉള്ളൂ. അവിടെയും ചില ചിട്ടക്രമങ്ങളില്ലേ കമല എന്ന് മാഷ് ചോദിക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് മകനെ ഒന്ന് കാണണമെന്നല്ലേ ഉള്ളൂ മാഷെ. അതത്ര വലിയ നിയമലംഘനമൊന്നും അല്ലല്ലോ. പ്ലീസ് മാഷെ, അവനെ ഒന്ന് കണ്ടാ മതി. എനിക്ക് എന്റെ പാതി അസുഖം അപ്പോഴേ മാറും. പ്ലീസ് ഒന്ന് വിളിക്കും മാഷെ എന്ന് കമലമ്മ നിർബന്ധിക്കെ. ശരിയെന്ന് മാഷും സമ്മതിക്കുകയാണ്. മാഷ് അപ്പോ തന്നെ ശങ്കരനാരായണനെ വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. അദ്ദേഹവും കോൾ എടുത്തുകൊണ്ട് ആ മാഷെ എന്തുണ്ടെന്ന് ചോദിക്കേ. ഞാനിപ്പോ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. കമലയ്ക്ക് ചെക്കപ്പിന് വന്നതാ. അപ്പോ അവൾക്ക് വിക്രമിനെ കാണണമെന്നൊരാഗ്രഹം എന്ന് മാഷ് പറയുന്നത് കേൾക്കെ. ഇപ്പോഴോ എന്ന് ശങ്കരനാരായണൻ സാറും ചോദിക്കുന്നു. അതെ, 2 ദിവസം മുമ്പ് ഞാൻ ചെന്ന് കണ്ടതേയുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സന്ദർശനം അനുവദിക്കുമോന്നാ എന്ന് മാഷി ചോദിക്കേ. ബുദ്ധിമുട്ടാണ്, എന്നാലും മാഷി ചെന്നോളൂ. ഞാൻ ജയിലർ ആൻഡ്രൂസിനെ വിളിച്ചു പറഞ്ഞോളാം എന്ന് സാറ് പറയേ. ഓ, വലിയ ഉപകാരം എന്ന് മാഷി. വിക്രമിനോട് എന്റെ അന്വേഷണവും പറയൂ. അടുത്ത ഹിയറിംഗിന് മുമ്പ് ഞാൻ വിക്രമിനെ ചെന്ന് കാണുന്നുണ്ട് എന്ന് സാറ് പറയേ. പറയാം എന്നാ ശരിയെന്ന് മാഷ് പറയുമ്പോഴേക്കും സാറും കോൾ വെക്കാൻ തുടങ്ങുകയാ. 1 മിനിറ്റ്, വേദയെപ്പറ്റി എന്തെങ്കിലും എന്ന് മാഷി ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയാതെ ശരി മാഷെ വിളിച്ചു പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് സാറാ കോൾ കട്ട് ചെയ്യുകയാണ്. ടെൻഷനോടെ അദ്ദേഹം ശ്രീകാന്ത് വേദയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർത്തെടുക്കുകയാണ്. ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് അവള് പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതെന്നറിയാം. അതിനു മുമ്പ് ഞാൻ അവളെ കണ്ടെത്തിയ പോരെ. വരുന്നുണ്ട് ഞാൻ പണിക്കത്തെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി. അന്ന് നിങ്ങളുടെ മകളും ഉണ്ടാവും എന്റെ കൂടെ, ജീവനോടെ. ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞതോർത്ത് ടെൻഷനോടെ ഇരിപ്പ അദ്ദേഹം. മാഷ് തിരികെ കമലമ്മയുടെ അരികിലേക്ക് വരുമ്പോഴേക്കും എന്തായി എന്ന് കമലമ്മ ചോദിക്കുന്നു. തിരിച്ചു പോകുന്ന വഴി കയറി കണ്ടോളം പറഞ്ഞു. കമല, നമ്മുടെ സന്തോഷത്തിനും ആശ്വാസത്തിനുമായി ഇടയ്ക്ക് അവനെ പോയി കാണാനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടല്ലോ. പക്ഷേ ശങ്കരനാരായണൻ സാറിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. വേദ എവിടെയാണെന്ന് പോലും ഇത്രയും കാലമായിട്ടും അറിയാതെ എന്ന് മാഷ് പറയുന്നത് കേൾക്കെ. ആലോചിക്കാതെയല്ല മാഷ്, ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല. പണ്ടത്തേതിൽ നിന്ന് മാറി എല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ വേദ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല മാഷ് എന്ന് കമലാമ്മ പറയെ. കാലം അതിനുത്തരം തരുമായിരിക്കുമെന്ന് മാഷു. പിന്നീട് തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് എത്തുകയാണ് കമലമ്മയും മാഷും. ഒരു പോലീസ് ജയിലർ ആൻഡ്രൂസിനരികിലേക്ക് വന്ന് സാർ, ആ വിക്രമിന്റെ അമ്മയും അച്ഛനും കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയേ. അതിന് എന്ന് ആൻഡ്രൂസും. സാർ, വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്ന സമയമല്ല ഇതെന്ന് അയാൾ പറയുന്നു. ഓ, ബാക്കി എല്ലാ കാര്യത്തിലും താൻ കൃത്യമായിട്ടാണല്ലോ നിയമം നോക്കുന്നത്. എടോ, നിയമം നടപ്പിലാക്കണം, പക്ഷെ അതിന് മാനുഷികതയുടെ പരിഗണന കൂടി വിളിച്ച് കാണിക്കടോ എന്ന് ആൻഡ്രൂസ് പറയേ. ശരിയെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. പിന്നീട് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് വിക്രം എത്തുകയാണ്. അവനെ കണ്ട് കമല കരയാൻ തുടങ്ങുമ്പോഴേക്കും കമലെ എന്താ ഇതെന്ന് മാഷി ചോദിക്കുന്നു. കമലമ്മ അവന്റെ അരികിലേക്ക് എഴുന്നേറ്റ് ചെന്ന് ആ കമ്പിക്കൂടിനുള്ളിലൂടെ അവന്റെ കൈ ചേർത്ത് പിടിക്കുകയാണ്. അമ്മേ, കണ്ണു തുടക്കേ, ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമെന്ന് വിക്രം പറയുന്നു. അവനെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോനെ, നിന്നോട് സുഖമാണോന്ന് ചോദിക്കാൻ പോലും പറ്റാതായല്ലോടാ എന്ന് അമ്മ ചോദിക്കേ. എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അമ്മേ, അങ്ങനെ കരുതിയാൽ മതി. അമ്മ ആരോഗ്യം നോക്കണം, കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോ അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്നും അവസാനിച്ചിട്ടില്ല അമ്മേ, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ദിവസം വരും. അത് ഉറപ്പാണെന്ന് വിക്രം പറയുന്നത് കേൾക്കെ. കണ്ടില്ലേ, അവന് പോലും അത് ഉറപ്പുണ്ട്. പിന്നെ നീ ഇങ്ങനെ തളർന്നാലോ കമല എന്ന് മാഷ് ചോദിക്കുകയാണ്. സങ്കടത്തോടെ കരയുന്ന അമ്മയോടായി വിക്രം പറയുന്നുണ്ട്. എന്നെക്കുറിച്ചോർത്ത് അമ്മ വിഷമിക്കണ്ട. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരനല്ല. ഞാനായിട്ട് ആരെയും കൊന്നിട്ടില്ല. സത്യത്തിൽ എല്ലാവരും കൂടി ഞങ്ങളെ കൊല്ലാനാ നോക്കിയത്. പക്ഷേ കോടതിയിൽ അത് തിരിച്ചായി പോയി എന്ന് മാത്രം. കൃത്യമായ തെളിവുകളോടെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അത് ഇങ്ങനെയായി പോയി എന്ന് വിക്രം പറയേ. നീ ധൈര്യമായിട്ടിരിക്കും വിക്രം. സത്യം പുറത്തറിയാനും തെറ്റുകാർ ശിക്ഷിക്കപ്പെടാനും ഒരുപക്ഷെ സമയമെടുക്കുമായിരിക്കും. പക്ഷേ അതൊരിക്കലും സംഭവിക്കാതിരിക്കില്ല എന്ന് മാഷ് പറയേ. അത് കാണാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് കമലമ്മയും പറയുകയാണ്. എന്താ അമ്മ ഇങ്ങനെ? അമ്മ ഇങ്ങനെയായാൽ എന്ത് ധൈര്യത്തിലാ ഞാൻ ഇവിടെ കഴിയുന്നത് എന്ന് വിക്രവും ചോദിക്കുക.
ഞാൻ ചില കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അത് മോൻ ചെയ്യണമെന്ന് കമല പറയുകയാണ്. അത് കേട്ട് മാഷും മതി നിർത്തുന്നുണ്ടോ കമല, ഇപ്പോൾ തന്നെ അവൻ ആവശ്യത്തിന് വിഷമിക്കുന്നുണ്ട്, ഇനി നമ്മളും കൂടി അവനെ കൂടുതൽ വിഷമിപ്പിക്കണം എന്ന് ചോദിച്ച മാഷ് വിക്രമിനോടായി വേദയുടെ അച്ഛൻ ഇനിയും ഒരു അപ്പീലിനു കൂടി പോകുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാലമൊന്നും ഇനി കിടക്കേണ്ടി വരില്ല, അങ്ങനെ വിശ്വസിക്കുന്നു പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അച്ഛാ. ഒരുപാട് കാലമൊന്നും ഞാൻ ഇതിനകത്ത് കഴിയില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരുന്നോ എന്ന് വിക്രമമ്മയെ ആശ്വസിപ്പിക്കുകയാ. വേദയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ലാത്തോണ്ടാ എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നത്. അവൾ എന്തിനാ ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുക. അമ്മ നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവൾ തിരിച്ചു വരും. എന്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ അവൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് എല്ലാ കാലത്തും ലക്ഷ്യം വെച്ചത് അവളെയായിരുന്നു. അവനിൽ നിന്നും രക്ഷപ്പെടാനാ അവൾ ഒളിച്ചു പോയത്. ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവൾ മടങ്ങിയെത്തും, എനിക്കുറപ്പാ എന്ന് വിക്രം പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ആദിയ മോനെ. എന്തൊക്കെയോ ദുഷ്ടതകളാ മനസ്സിൽ, ആരൊക്കെയോ എന്തൊക്കെയോ അവൾക്ക് വേണ്ടി ഒരു കൂട്ടുന്ന പോലൊരു തോന്നല് എന്ന് കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് സമാധാനിക്കുക കമല എന്ന് മാഷ് ആശ്വസിപ്പിക്കുമ്പോഴേക്കും കമല ശ്വാസം മുട്ടി ചുമയ്ക്കാൻ തുടങ്ങുകയാണ്. അത് കണ്ട് വിക്രമം അച്ഛാ അമ്മയും കൊണ്ട് പോയിക്കോ, ഇവിടെ ഇങ്ങനെ നിന്ന അമ്മയ്ക്ക് അസുഖം കൂടുകയേ ഉള്ളൂ എന്ന് പറയേ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മോനെ, നീ അതിനെപ്പറ്റി ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഒരുപക്ഷെ നീ പറയണതായിരിക്കും ശരി, നീ പുറത്തിറങ്ങുന്ന ദിവസം അവളും മറയത്തു നിന്ന് വരുമായിരിക്കും എന്ന് പറഞ്ഞ കമല കരയുകയാ. ഞാൻ ശങ്കരനാരായണൻ സാറിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്തിനാണ് ഇങ്ങനെ അവൾ മാറി നിൽക്കുന്നതെന്ന് ആൾക്കും ഒരു പിടിയുമില്ല. പക്ഷേ ഒരു കാര്യം എന്നോട് സാർ ഉറപ്പിച്ചു പറഞ്ഞു, ഇതുവരെയും അവളെ തേടി നടക്കുന്ന ആർക്കും അവളെ കിട്ടിയിട്ടില്ലെന്ന്. അത് കേട്ട് വിക്രമും പറയുന്നുണ്ട്. അപാരമായ മനസ്സുറപ്പുള്ള പെണ്ണ അച്ചാവേദ, അങ്ങനെ എളുപ്പത്തിൽ അവളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരുപക്ഷെ എല്ലാം കലങ്ങി തെളിയാൻ എന്താ വേണ്ടതെന്ന് അവളും ആലോചിക്കുന്നുണ്ടാവും. അതിനുള്ള വഴികളുമായിട്ട് അവൾ എത്തും. അച്ഛൻ നോക്കിക്കോ എന്ന് വിക്രം പറയുമ്പോഴേക്കും മതി മതി സമയം കഴിഞ്ഞു എന്ന് വാടം വിളിച്ച് പറയുന്നു. കമല വിക്രത്തിന്റെ കൈ ചേർത്ത് പിടിച്ച് കരയുമ്പോഴേക്കും പൊയ്ക്കോളൂ അച്ഛാ. അമ്മേ, അടുത്ത തവണ എന്നെ കാണാൻ വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വരണം. നിങ്ങൾ മടങ്ങിപ്പോയാൽ ഓർത്തിരിക്കാൻ എനിക്ക് ആ മുഖം എന്നവൻ പറയുന്നത് കേൾക്കെ കരച്ചിലിനിടയിലും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കമലാമ്മ. പിന്നീട് അവർ അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോഴേക്കും അമ്മ മരുന്ന് മുടക്കരുത്, അച്ഛൻ പറയുന്നത് പോലെ സമയത്തിന് ഭക്ഷണവും മരുന്നുമൊക്കെ കഴിക്കും, അധികം വൈകാതെ നമ്മൾ ഒരുമിക്കും ഉറപ്പ് എന്നവനമ്മയെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും വാർഡൻ അങ്ങോട്ട് വന്ന് ശരി ശരി എന്ന് പറയുന്നു. വിക്രം പെട്ടെന്ന് അവിടുന്ന് പോകുമ്പോഴേക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കമലാമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ മാഷ്.